അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മിറർ വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഫാബ്രിക്കിൽ മിറർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം മിറർ അതിൽ ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം മിറർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മിറർ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മിറർ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ഗ്ലാസ് പോലത്തെ നമുക്ക് മിറർ വാങ്ങിക്കാൻ കിട്ടും. അതായാലും രണ്ടിനും ഒരേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആങ്കർ ത്രെഡാണ്. ആങ്കർ ത്രെഡ് ഇതുപോലെ നമ്മൾ ഒറ്റ ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ സൂചി എടുക്കുക, താഴേന്ന് മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഇവിടെ കുത്തി കൊടുക്കുക. അതായത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇവിടെ കുത്തിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു പോയിന്റിൽ കുത്താം. അതിനുശേഷം നമ്മൾ ഒരു കാൽ ഭാഗം മാത്രം നമുക്കിവിടെ വിട്ടാൽ മതി. അതുപോലെ നോക്കിയിട്ട് വേണം നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കുത്തി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മറ്റൊരു പോയിന്റ്, അതായത് ഇവിടുന്ന് നമുക്ക് കാൽ ഭാഗം തന്നെ മതി. അപ്പോൾ നമ്മൾ വേറൊരു പോയിന്റിൽ നിന്ന് ഇതുപോലെ എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുത്തി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പോയിന്റിന് തൊട്ടപ്പുറത്ത് നിന്ന് വീണ്ടും എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇപ്പുറത്തുനിന്ന് തൊട്ടപ്പുറത്തുനിന്ന് വീണ്ടും എടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ പോയിന്റിന് തൊട്ടപ്പുറത്തായിട്ട് കുത്തി കൊടുക്കുക. ഇപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോർണേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് കോർണേഴ്സിൻ്റെ ഇടയിലായിട്ട് വരണം. അതുപോലെ ഈ കോർണേഴ്സിൻ്റെ ഇടയിലായിട്ട് വേണം ഇതിൻ്റെ കോർണേഴ്സ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കുകയാണ് വീണ്ടും. അപ്പോൾ ഇതിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് വീണ്ടും ഇതുപോലെ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നമ്മൾ കുത്തുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടുന്ന് നമ്മൾ വീണ്ടും എടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരണം. അതിനുശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുത്തി കൊടുക്കുക. വീണ്ടും ഇപ്പുറത്തുനിന്ന് എടുക്കുക. ഇപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ താഴേന്ന് നൂലെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ഇഴയുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ നീഡിലിന് ചുറ്റും ഒന്നിങ്ങനെ വളച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ഈ ഒരു നീഡിൽ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു കെട്ട് പോലെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട, ഇത്രയും ടൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ഇതേ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് ഇതുപോലെ ഇങ്ങനെ വലിക്കുക. എന്നിട്ട് നമ്മൾ ഈ സൂചി നമ്മൾ വലിക്കും. അതിനുശേഷം നമ്മൾ സൂചി വലിക്കുക, നമുക്ക് ഇതുപോലെ കിട്ടും. വീണ്ടും നമ്മൾ താഴെ കൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുക്കണം. അതിനുശേഷം നമ്മളിതിങ്ങനെ വലിച്ചു കൊടുക്കുക. അധികം ടൈറ്റ് ആക്കരുത്. ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡർ നല്ല ഭംഗിയിൽ കിട്ടില്ല. ഓക്കെ, വീണ്ടും ഇതുപോലെ ചെയ്യുക. ഈ ഒരു ത്രെഡ് ഇങ്ങനെ താഴെ കൂടെ വലിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഇവിടെ കറക്റ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട് ഒപ്പം. അപ്പോൾ ഇനി നമ്മൾ ഇത് താഴോട്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഓരോ മിറേഴ്സും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ്.